അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പോയിസൺസ് റേഷ്യോനെ കുറിച്ചാണ്. ഞാൻ ആദ്യം ഇതൊന്ന് എന്താണെന്ന് പറയാം. പോയിസണസ് റേഷ്യോ എന്താണ് ഉദ്ദേശിക്കുന്നത് പറയാം. അതിനുശേഷം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. പോയിസണസ് റേഷ്യോ എന്ന് വെച്ചാൽ it is the ratio of lateral strain. It is the ratio of lateral strain to longitudinal strain. It is the ratio of lateral strain to the longitudinal strain. ആ റേഷ്യോനെയാണ് നമ്മൾ പോയിസണസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് ഡിനോട്ടഡ് ബൈ mu അല്ലെങ്കിൽ 1/m. ഇങ്ങനെയാണ് പോയിസണസ് റേഷ്യോ ഡിനോട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ ആണെന്ന് പറഞ്ഞു. അതായത് മ്യൂ ഇസ് ഈക്വൽ ടു എന്ന് എഴുതാൻ പോകാം നമുക്ക്. ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ എന്ന് എഴുതാം അല്ലേ. ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ എന്ന് എഴുതാം. ഇതിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ പറയുന്നത് പോയിസണസ് റേഷ്യോ. ഓക്കെ, അതുകൊണ്ട് തന്നെ മുകളിലും സ്ട്രെയിനാണ് താഴെയും സ്ട്രെയിനാണ്. നമുക്കറിയാം സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു യൂണിറ്റ് ഉണ്ടാവില്ല. ഇതൊരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. ഈ റേഷ്യോ എന്ന് പറയുന്നത്, മ്യൂ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. ആ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. മ്യൂ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. അത് ഓരോ മെറ്റീരിയലിനനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ലാറ്ററൽ സ്ട്രെയിൻ, എന്താണ് ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ എന്ന്. സ്ട്രെയിൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്, അതാണ് സ്ട്രെയിൻ. ഓക്കെ, ഇനി ലാറ്ററൽ സ്ട്രെയിൻ എന്താണ്, ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ എന്താണെന്ന് നോക്കാം. ഞാൻ ആദ്യം ഒരു മെറ്റീരിയൽ എടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു മെറ്റീരിയൽ ഇതിൻ്റെ ലെങ്ത്ത് ക്യാപിറ്റൽ L ആയിട്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയമീറ്റർ ക്യാപിറ്റൽ D ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പോവാണ്. എങ്ങനെ? പാരലൽ ടു ദി ലെങ്ത്താണ് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. പാരലൽ ടു ലെങ്ത് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്ത്, പുള്ളാണ് അപ്ലൈ ചെയ്ത്. ഈ ഒരു മെറ്റീരിയൽ എന്താണ് സംഭവിക്കുക? അത് ഇലോങ്ങേറ്റ് ചെയ്യും അല്ലേ. ഇലോങ്ങേഷൻ സംഭവിക്കും അതിന്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ചേഞ്ച് ഏത് രീതിയിൽ അതിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്ത് നോക്കാം നമുക്ക്. ആ മെറ്റീരിയലിനുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ഇതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും അല്ലേ. ലെങ്ത്ത് ഈ ഒരു രീതിയിൽ ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഡയമീറ്റർ എന്താണ്? ഡയമീറ്റർ ഡിക്രീസ് ചെയ്യുക ചെയ്തത് അല്ലേ. ഇതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തു. ലെങ്ത്ത് ഇവിടുന്ന് ഇവിടത്തേക്ക് ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തു അല്ലേ. പക്ഷേ ഡയമീറ്റർ ഈ ഒരു രീതിയിൽ ഡിക്രീസ് ചെയ്യുക ചെയ്തു. അപ്പോൾ നമ്മൾ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ കൊടുക്കുന്നത്, അപ്പോൾ ഇവിടെ ലെങ്ത്തിന് പാരലലായിട്ടാണ് ഇതിന് ഫോഴ്സ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും അതിൻ്റെ ഇലോങ്ങേഷൻ സംഭവിക്കുക. അപ്പോൾ ലെങ്ത്താണ് ഇവിടെ ഇൻക്രീസ് ആവുന്നുള്ളത്. അപ്പോൾ ഇവിടെ ലീനിയർ സ്ട്രെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലീനിയർ സ്ട്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്.
ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. എന്തായിരിക്കും ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത്? ഞാനിവിടെ ഇത് ഡെൽറ്റ ഇവിടുന്ന് ഇത്രയാണ് ചേഞ്ച് ചെയ്തത് അല്ല ലെങ്ത്ത്. ഈ ഒരു ഇത്ര പോർഷനും അതുപോലെ തന്നെ ഇത്ര പോർഷനുമാണ് ചേഞ്ച് ചെയ്തത്. ഇത്രയാണ് ചേഞ്ച് ഇൻ ലെങ്ത്ത്. ബാക്കി വരുന്നത് ഒറിജിനൽ ലെങ്ത് ആണ്. ഇത് ചേഞ്ച് ഇൻ ലെങ്ത്ത്, മറ്റേത് ഇത് ഒറിജിനൽ ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ഞാൻ ഡെൽറ്റ എൽ എന്നായിട്ട് എടുക്കുകയാണ്, ഒറിജിനൽ ലെങ്ത്ത് എൽ എന്ന് എടുക്കുകയാണ്. ഇതാണ് ലീനിയർ സ്ട്രെയിൻ. ഏത് ഡയറക്ഷനിലേക്കാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ സംഭവിക്കുന്ന സ്ട്രെയിനെയാണ് നമ്മൾ പറയുന്നത് ലീനിയർ സ്ട്രെയിൻ. ഇവിടെ ലെങ്ത്തിന് പാരലലായിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാറ്ററൽ സ്ട്രെയിൻ എന്ന് വെച്ചാൽ ഇവിടെ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന സ്ട്രെയിനാണ്. ഇപ്പോൾ ഡയമീറ്റർ ഇവിടെ ഡിക്രീസ് ചെയ്തു അല്ലേ, ഡയമീറ്റർ ഇവിടെ ഡിക്രീസ് ചെയ്ത് സ്മോൾ ഡി ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത്രയും ഡയമീറ്റർ ആയിട്ട് മാറി, ഇത്ര ഉണ്ടായിരുന്നത് ഇത്ര ചെറുതായിട്ട് മാറി. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന സ്ട്രെയിനാണ് ലാറ്ററൽ സ്ട്രെയിൻ. മീൻസ് ഫോഴ്സിന് പെർപെൻഡിക്കുലറായിട്ട് നടക്കുന്ന സ്ട്രെയിനാണ് ലാറ്ററൽ സ്ട്രെയിൻ. അപ്പോൾ നമുക്ക് എഴുതാം, ഇവിടെ എന്ത് എഴുതാം? ചേഞ്ച് ഇൻ ഡയമീറ്റർ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമീറ്റർ എന്ന് എഴുതാം അല്ലേ. ചേഞ്ച് ഇൻ ഡയമീറ്റർ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഞാനിത് ചേഞ്ച് ഇൻ ഡയമീറ്റർ ഡെൽറ്റ ഡി ആയിട്ട് എടുക്കുകയാണ്, ഒറിജിനൽ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇത് തമ്മിലുള്ള റേഷ്യോ ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ അല്ല, ഞാൻ പറഞ്ഞു ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ദാറ്റ് മീൻസ് ലീനിയർ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് വെച്ചാൽ ലീനിയർ സ്ട്രെയിൻ. അത് തമ്മിലുള്ള റേഷ്യോ ആണ് പോയിസണസ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലാറ്ററൽ സ്ട്രെയിനും ലീനിയർ സ്ട്രെയിനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ പറയുന്നത് പോയിസണസ് റേഷ്യോ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. മ്യൂ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. നമുക്കറിയാം ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാല്യൂ എവിടെ ഉണ്ടാവുക? ഇതാണല്ലേ. അത് ലെങ്ത്ത് ആണ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുക കമ്പയർ ടു ഇതിൻ്റെ ഡയമീറ്റർ. അപ്പോൾ നമുക്ക് മനസ്സിലാവും മുകളിൽ എന്താ ഉള്ളത്? ലാറ്ററൽ സ്ട്രെയിൻ ആണ്. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ചേഞ്ച് ഇൻ ഡയമീറ്റർ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമീറ്റർ. ഈ ന്യൂമറേറ്റർ എപ്പോഴും ഇത് സ്മോളർ വാല്യൂ ആയിരിക്കും അല്ലേ, സ്മോളർ വാല്യൂം. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ഇത് ലാർജർ വാല്യൂ ആയിരിക്കും. ഓക്കെ, വാല്യൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഓൾവേസ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞത്. മ്യൂ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് പോയിസണസ് റേഷ്യോനെ കുറിച്ച് പറയാനുള്ളത്. മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നാണ് പറയുക. പിന്നെ അത് ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ അല്ലെങ്കിൽ 1/m വെച്ചിട്ടാണ്. അത് എപ്പോഴും അതിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. ഇത്രയാണ് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ.